നമ്മുടെയൊക്കെ സന്തോഷങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടുക്കിയിൽ നിന്ന് പാലക്കാട്ടിൽ നിന്നൊക്കെ ഈ ആദിവാസി കോളനികളിലെ മനുഷ്യന്മാർ ജീവിക്കുന്ന സാഹചര്യം ത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകി. ആദിവാസി ഉന്നതികളിലെ മനുഷ്യർ വഴി നടക്കാൻ ഒരു റോഡ് പോലും ഇല്ലാത്ത ദുരിതത്തിലാണ് നിരവധി ആദിവാസി ഉന്നതികളുള്ള ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ പഞ്ചായത്ത്. ഗതാഗത സൗകര്യമുള്ള റോഡില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അത്യാഹിതം സംഭവിച്ച് ആരെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കാടു പിടിച്ച വഴിയിലൂടെ ചുമന്നു കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യമുണ്ട്. കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ 6 വയസ്സുകാരൻ കാർത്തിക്കിന് ജീവൻ നഷ്ടമായത് ഈ അടുത്ത കാലത്താണ്. ഇന്നലെയും കേട്ടു അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട വയോധിക രാസാത്തിയെ ചുമന്നുകൊണ്ടുപോയി എന്ന വാർത്ത. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പരാതികൾ നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തിലെ ദുരിതത്തിന് ഇനിയും അറുതിയായിട്ടില്ല. ഫോട്ടോ ശരി വീട് പോയി പിടിക്കണ്ടേ അത്യാഹിത സമയത്തുള്ള ഈ യാത്രകൾക്ക് എത്ര സമയമെടുക്കും എന്നതാണ്. മല കടക്കണം, പുഴ കടക്കണം, കാടു കടക്കണം, കാത്തിരിക്കുന്ന വാഹനത്തിലേക്ക് എത്താനുള്ള അവരുടെ ഒരു ശ്രമമൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ആപത്തുണ്ടാകുന്ന ഒരു സമയത്താണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിഫലമായി പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, നമുക്ക് ഓർമ്മയുണ്ട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അവിടെ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയൊരു ഇടത്തേക്ക് വോട്ട് തേടി പോകുന്ന സ്ഥാനാർത്ഥികളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ ഇത്രയും കാലം ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായിരുന്നു. ഈ കാണുന്ന ഈ ദുരവസ്ഥയുണ്ടല്ലോ, ഇതിപ്പോ ആഗസ്റ്റ് മാസത്തിൽ തന്നെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ദുരവസ്ഥ, ഒരാൾക്കൊരാപത്ത് വന്നാൽ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള കഷ്ടപ്പാടുകൾ, അതിനൊരു അറുതി വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കാലത്തും രാഹുൽ? ഗുഡ് മോർണിംഗ് മാധു. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്തിൽ നിരവധി ആദിവാസി ഉന്നതികളുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഏക ഗോത്രവർഗ പഞ്ചായത്ത് എന്ന് പറയുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരിടം അത് ഒരുപക്ഷെ ഇടമലക്കുടി മാത്രമായിരിക്കും. നമ്മളൊക്കെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത്, അത്യാഹിതം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഫോണെടുത്ത് ആംബുലൻസ് വിളിക്കുകയാണ്. ഒന്നെങ്കിൽ 108 വിളിച്ചാൽ ആംബുലൻസ് വരും, അല്ലെങ്കിൽ അടുത്തുള്ള ആംബുലൻസുകളെ വിളിച്ചാൽ അവരെത്തും. പക്ഷേ അവിടെ ആളുകൾ ചെയ്യുന്നത്, ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് നല്ല ബലമുള്ള ഒരു കമ്പുവടി വെട്ടും, അതിനുശേഷം ഒരു തുണി അതിൽ കെട്ടും, ആ രോഗിയെ അതിൽ കിടത്തും, അതിനുശേഷം കാൽനടയായി ഈ വനമേഖലയിലൂടെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നലെ രാസാത്തി എന്ന ഒരു യുവതിയാണ് പനി ബാധിച്ച് ആരോഗ്യാവസ്ഥ മോശമായ രാസാത്തിയെ 4 കിലോമീറ്റർ കാട്ടിലൂടെ ചുമന്നാണ് ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത്. അവിടെ ഒരു റോഡുണ്ട്, പക്ഷേ അതിന് പുറകെ ഒരു പാലമില്ലാത്തതാണ് വാഹനം അവിടെ എത്താത്തതിന് പ്രതിസന്ധി. ആ കാണുന്ന ഏത് നിമിഷവും നിലമ്പത്താറായ ആ പാലത്തിലൂടെയാണ് ഇന്നലെ ആ രാസാത്തിയെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചത്. ഇടമലക്കുടിയിൽ നിന്നും എന്നിട്ട് കിലോമീറ്ററോളം ജീപ്പിൽ മൂന്നാറിൽ എത്തിച്ച് പിന്നീട് അടിമാലിൽ എത്തിച്ച് അങ്ങനെ കുറേയധികം മണിക്കൂറുകൾ ആ രോഗിക്ക് കൃത്യമായി ചികിത്സ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ഇത് ഇന്നലത്തെ മാത്രം കാഴ്ചയല്ല. ആഗസ്റ്റ് 14-ാം തീയതിയും സമാനമായ ആഗസ്റ്റ് 12-ാം തീയതി മലയപ്പനെയും ഇതുപോലെ തന്നെ കാട്ടിലൂടെ കിലോമീറ്ററുകൾ ചുമന്നാണ് മാങ്കുളത്ത് എത്തിക്കുകയും പിന്നീട് അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. കുറച്ചു കാലം മുമ്പാണ് 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇതുപോലെ കാട്ടിലൂടെ ചുമന്ന് കൊണ്ടുപോകേണ്ടി വന്നത്. പക്ഷെ അന്ന് കൃത്യമായ ചികിത്സ ലഭിക്കാതെ വന്നതോടെ ആ കുട്ടിയുടെ ജീവൻ വരെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് പോലും കൃത്യമായ ഒരു ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ബജറ്റുകളും ഉണ്ടാകുമ്പോഴും ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും സംസ്ഥാനത്തെ ഓരോ ഗോത്രവർഗ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് എത്ര കോടിക്കണക്കിന് രൂപകളാണ് മാറ്റിവെക്കുന്നത്. അതൊക്കെ കൃത്യമായ ഇടങ്ങളിലേക്ക് കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആളുകൾ
ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു ദുർഗതി ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാറി മാറി വരുന്ന MLA-മാർ മുതൽ MP-മാർ മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ പരാതി നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ നടപ്പായില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങൾക്കൊക്കെ കൃത്യമായി എത്തിപ്പെടാൻ പറ്റുന്ന ഒരിടമായിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ. ഇപ്പോൾ നമുക്കാണെങ്കിൽ കൂടി ഇടമലക്കുടിയിലേക്ക് എത്തുന്നതിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെ അനുമതി വാങ്ങിയ ശേഷം കിലോമീറ്ററുകൾ ജീപ്പിൽ സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്താൻ. അതുകൊണ്ട് നമുക്കും അവിടെ എത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. അവിടെയുള്ള ആളുകൾ മൊബൈലിൽ ചിത്രീകരിച്ച് റേഞ്ച് ഉള്ള സമയത്ത്, എപ്പോഴും റേഞ്ച് പോലും ഇല്ല, എപ്പോഴെങ്കിലും റേഞ്ച് വരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് അയച്ചു തരികയും നമ്മളുടെ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പോഴും ഉത്സവകാലമാണ്. നാട്ടിലുള്ള ആളുകളൊക്കെ, മലയാളികളൊക്കെ ഓണം ആഘോഷിക്കുമ്പോഴും അവർക്ക് ഇപ്പോഴും ഒരു ശരി. ഇപ്പോൾ മുൻ MLA അഡ്വക്കേറ്റ് A. രാജ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ A. രാജ, സംസ്ഥാനത്തെ ആകെയുള്ള ആദിവാസി പഞ്ചായത്ത് കൂടിയാണ് ഇടമലക്കുടി. അവിടെയുള്ള ദുരിതത്തിന്റെ കാഴ്ചയാണ് ഈ സ്ക്രീനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരാൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് കല്ലും മണ്ണും താണ്ടി വരിക, പുഴ കടന്നു വരിക എന്ന് പറയുന്നൊരു സാഹചര്യം. ആ പാലം പോലും 4 പേർക്ക് ഒരുമിച്ച് കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടരുന്നത്? ഒരു പരാതികളും നൽകിയിട്ടില്ലേ? തീർച്ചയായിട്ടും അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഈ ഇടമലക്കുടി എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു കോൺക്രീറ്റ് റോഡ് പോലും ഇല്ലാതിരുന്ന സ്ഥലമാണ്. 2022 അന്നത്തെ ഗവൺമെന്റ് ബജറ്റിലൂടെ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇടുക്കി ഇടമലക്കുടി പാക്കേജ് അനുവദിച്ച് അവരുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു റോഡ് അവിടെ പണിതു. ഏകദേശം ഇപ്പോൾ ഒരു 90% പൂർത്തിയായി. അത് ഇടമലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് സൊസൈറ്റി കുടി വരെയുള്ള ഭാഗത്തിനാണ് 18.5 കോടി രൂപ ചെലവ് ചെയ്ത് റോഡ് പണി അവിടെ ആദ്യം പൂർത്തീകരിക്കുക എന്നുള്ളത്. ഇപ്പോൾ വരുന്ന വാർത്ത, ഈ കഴിഞ്ഞ നവംബർ മാസം ഒരു സംഭവം ഉണ്ടായി. ഒരു കൊച്ചിനെ ആശുപത്രി പോകുന്നതിന് വേണ്ടി പറഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയുന്നെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്ത് അവർക്ക് റോഡ് കിട്ടിയാൽ ഏകദേശം 26 കുടിയുള്ള ഒരു പ്രദേശമാണ് ഇടമലക്കുടി. ഒരു 10ഓളം കുടികളിലുള്ള ആളുകൾക്ക് അവർ ഈ സൊസൈറ്റി കുടി വരുന്നതിനേക്കാൾ, സൊസൈറ്റി കുടിയിൽ നമ്മൾ PHC തുടക്കം കുറിച്ചു. അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ ടെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു. അവിടെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും അവിടെ ഉണ്ട്. പക്ഷെ അവിടത്തേക്ക് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പോഴാണ് അവർ ആവശ്യപ്പെടുന്നത്, ആ പ്രദേശത്ത് ഒരു റോഡ് ഞങ്ങൾക്ക് കിട്ടിയാൽ അത് ആ പ്രദേശത്തെ ഒരു 10ഓളം കുടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ. ഇതിപ്പോ ഒരു പുതിയ ആവശ്യമല്ലല്ലോ. അവിടെ കാലങ്ങളായി മനുഷ്യർ ജീവിക്കുകയാണ്. അവർക്ക് നടക്കാൻ ഒരു വഴിയില്ല എന്ന് പറയുന്ന പ്രശ്നം, അവർക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹന സൗകര്യമുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളൊരു പ്രശ്നം പുതിയതല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാതെ പോയത് എന്നതാണ് സംശയം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രദേശത്ത് നിലവിൽ നടപ്പുവഴി മാത്രമേ ഉള്ളൂ. ഇപ്പോ ഒരു റോഡ് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തും നടപ്പുവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഒരു കോൺക്രീറ്റ് റോഡായി അവിടത്തേക്ക് കൊടുക്കാൻ പറ്റിയത്. പിന്നീട് ആ പ്രദേശത്തും അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് അവിടെയും ഒരു റോഡ് വേണം. 4-4.5 കിലോമീറ്റർ പണിത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാർ പണം അനുവദിക്കാമെന്ന് പറഞ്ഞു. ബാക്കി തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോഴും ദേവികുളത്ത് അത് ഫോറസ്റ്റ് ഓഫീസിൽ NOCക്ക് വേണ്ടി ആ ഫയൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഈ റോഡ് എങ്ങനെയാണോ സാധ്യമാക്കിയത് അതുപോലെ ആ റോഡ് കൂടെ സാധ്യമാക്കണം. ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യങ്ങളടക്കം അവിടെ ഉണ്ട്. എന്നാൽ അവിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സംഭവമായി തുടരുന്നു. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് A. രാജ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ ഡീൻ കുര്യാക്കോസ് MP കൂടി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇങ്ങനെ അനുമതി കാത്തൊരു ഫയൽ ഫോറസ്റ്റിന് കീഴിലുണ്ട് എന്ന് അഡ്വക്കേറ്റ് A. രാജ കൂടി പറയുകയാണ്. എന്തുകൊണ്ട് അനുമതി കിട്ടുന്നില്ല എന്നൊരു ചോദ്യത്തിന് നമുക്ക് ആർക്കും മറുപടിയില്ല. ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടെ കാണുകയാണ്. ഒരു കുഞ്ഞു മരിച്ചു പോകുന്ന സാഹചര്യം, ഇന്നലെ പോലും അത്യാഹിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. നമ്മൾ ഒരു പരിഷ്കൃത സമൂഹമല്ലേ, ഇതൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് തികഞ്ഞ നിസ്സംഗത കൊണ്ടല്ലേ? സ്വാഭാവികമായും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. വർഷങ്ങളായി ഇടമലക്കുടിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾ ഈ വിഷയം വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അവലോകനം ചെയ്യുകയും ഇടമലക്കുടിയിലേക്കുള്ള നിലവിൽ അനുവദിക്കപ്പെട്ടതായ പ്രോജക്റ്റുകൾ ദ്രുതകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്.
കാരണം ഇപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഗതി അല്ലത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വനത്തിനുള്ളിൽ മാത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോഴാണ് റോഡിനെ കുറിച്ച്, പക്ഷെ അതിനകത്തൊരു വലിയൊരു ഒരു കൃത്യവിലോപം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം 2016 അവസാനിച്ച UDF ഗവൺമെന്റ് 10 കോടി രൂപ ഇടമലക്കുടി പാക്കേജ് അനുവദിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിടേക്ക് റോഡ് സാധ്യമാക്കി. പിന്നീട് ആ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്നതായിട്ടുള്ള മുഴുവൻ ലാപ്സും അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ വസ്തുതകളാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സ്വാഭാവികമായും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രോജക്റ്റുകളെ സംബന്ധിച്ച് അവലോകനം നടത്തിയിട്ടുണ്ട്. ആ പ്രോജക്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത്. ആ ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് ഇപ്പോൾ ഫോറസ്റ്റിന്റെ സാങ്ഷൻ വേണമെന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്, ഞാനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അവെയറാണ്. ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായി വനവകുപ്പിന്റെ പിടിവാശി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് പരിഹരിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് എം പി. ഇപ്പോൾ അവിടേക്കുള്ള റോഡുമായി ബന്ധപ്പെട്ട അനുമതി വനംവകുപ്പിൽ നിന്ന് കൂടി കിട്ടേണ്ടതുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതുമുണ്ട്. ഏറ്റവും അടുത്ത സമയത്ത് അവിടേക്ക് 10-18 കോടി രൂപ ചെലവഴിച്ചൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് അഡ്വക്കേറ്റ് എ രാജ പറയുന്നു. പക്ഷേ അത് പര്യാപ്തമല്ല. മാത്രമല്ല, ആ പാലത്തിന്റെ സ്ഥിതി പ്രേക്ഷകർ കണ്ടതാണ്. അതിലൂടെ 4 പേർക്ക് ഒരാളെയും ചുമന്നുകൊണ്ട് വരാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അരയൊപ്പം വെള്ളത്തിൽ ഇറങ്ങി ഈ ചുമന്നുകൊണ്ട് വരുന്ന സാഹചര്യത്തിലേക്ക് ആളുകൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ദുരിത ജീവിതത്തിന് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് ചോദ്യം. എന്തൊരവസ്ഥയാണ് എന്ന് നോക്കുക. ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്കൊരു മനസാക്ഷി കുത്തുപോലും തോന്നേണ്ടതാണ്. നമ്മളെപ്പോലെയുള്ള മനുഷ്യർ, നമ്മളെപ്പോലെ ഈ വിഭവങ്ങൾക്ക് അർഹതയുള്ള മനുഷ്യരാണ് അവർ. പക്ഷേ യാതൊരു തരത്തിലും വികസനത്തിൻ്റെതായ, പുതിയ ജീവിതത്തിൻ്റെതായ, പുതിയ കാലത്തിൻ്റെതായ യാതൊരു ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല എന്നതാണ്.